ഇപ്പൊ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസൽമാനായിട്ടുള്ള ഒരാളുമായിട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ID കാർഡ് പ്രകാരം 18 വയസ്സായിട്ട് പോലുമില്ല. 18 വയസ്സ് പോലും ആകാത്തൊരു പെൺകുട്ടിയെ ഇത്ര ആഘോഷപൂർവ്വം ഈ മന്ത്രിമാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും വന്നിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ആവശ്യമുണ്ടല്ലോ. ആ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള സാമാന്യ മര്യാദ ഇത്രയും പ്രായമുള്ള ശിവകുട്ടിക്കില്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടോ? മുസ്ലിം ലീഗ് കണ്ണുരുട്ടിയാൽ മുട്ടിടിക്കുന്ന കോൺഗ്രസ്സുകാരനെ കേരളത്തിലുള്ളൂ. തീവ്രവാദ സംഘടന, മത തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്നാണ് ആര് പറയുന്നത്? VD സതീശൻ പറയുന്നത്. വീണ്ടും നമ്മൾ പിണറായി വിജയന് ഒരു ഊഴം നൽകുമോ എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് പറ്റുന്നില്ല. ആകെ അദ്ദേഹം ചെയ്യുന്ന പണി മുഹമ്മദ് റിയാസ് ആയിട്ട് റീലിടലാണ്. അതും പൊളിഞ്ഞു. ആന്റി പിണറായി മാത്രമല്ല, ആന്റി LDF, ആന്റി UDF ഒരു ട്രെൻഡാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വയറ്റിൽ കത്രികയും വെച്ചോട്ട് 5 വർഷമൊക്കെയാണ് ഹർഷീനയും നമ്മുടെ ഇവിടെ ഉഷ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ആലപ്പുഴയിലെ അതാണ് നമ്പർ 1 കേരളത്തിന്റെ ആരോഗ്യരംഗം എന്ന് പറയുന്നത്. നമസ്തേ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുമ്പോൾ നമുക്കൊപ്പം ചെയ്യുന്നത് BJP കേരളം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള P. ശ്യാംരാജ് ആണ്. ശ്യാമേട്ട നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ്. പണ്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ LDFന്റെയും UDFന്റെയും കാര്യങ്ങളാണ് കൂടുതലായി കേരളത്തിൽ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് BJPയെയാണ്. ആ മാറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, നിയമസഭ ആയിക്കോട്ടെ, ലോക്കൽ ബോഡി ആയിക്കോട്ടെ, LDFനെയും UDFനെ കുറിച്ചിട്ട് മാത്രമായിരുന്നു കേരളം ചർച്ച ചെയ്തത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് അങ്ങോട്ട് BJP NDA വലിയൊരു കടന്നു വരവ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് BJP എത്ര സീറ്റ് ലഭിക്കും, BJP ഭരണത്തിൽ വരുമോ, NDA ഭരണത്തിൽ വരുമോ എന്നുള്ള രീതിയിലാണ്. വലിയൊരു മാറ്റമാണ്. ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ കേരളത്തിൽ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം സത്യത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് ഒരു തിരി കൊളുത്താൻ വേണ്ടിയിട്ടാണ്. ഈ മാറ്റം ഉണ്ടായത് വെറുതെ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കൂടി നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു BJP എത്ര സീറ്റിലേക്ക് ജയിക്കും എന്നൊക്കെ ഉള്ളൊരു ചർച്ച തുടങ്ങിയിട്ട്. അതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമെന്ന് പറയുന്നത് നിലനിൽപ്പിനായിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. ഇപ്പോൾ 1969 വാടിക്കൽ രാമകൃഷ്ണേട്ടൻ എന്ന തയ്യൽ തൊഴിലാളിയെ ഈ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇല്ലായ്മ ചെയ്ത് കൊല ചെയ്തത് തുടങ്ങിയതാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതിനുശേഷം ഇതുവരെ 300ഓളം വരുന്ന പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജയകൃഷ്ണ മാഷെ പോലെ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നറിഞ്ഞിട്ടും പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ച് ക്ലാസ്സിൽ കൊച്ചുകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഇല്ലാതാക്കിയ ജയകൃഷ്ണ മാഷ്, രഞ്ജിത്ത് ശ്രീനിവാസൻ തൊട്ടടുത്ത വർഷമാണെന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ആലപ്പുഴയുള്ള അദ്ദേഹത്തിന് വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിൽ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് അടുത്ത വർഷങ്ങളിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളോടൊക്കെ പോരാടി നിലനിന്ന് കരുത്ത് നേടി ഇന്ന് BJP കേരളത്തിൽ ഒരു വലിയ ശക്തിയായിട്ട് ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ നിന്ന് മാറി ഇന്ന് പൊളിറ്റിക്സ് പറയാൻ പറ്റിയ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണോ, ആ സ്ട്രഗിൾ എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ അങ്ങനെ നമ്മൾ നിലനിന്നു. ഇപ്പോൾ പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് പ്രസ്ഥാനത്തിലെ മുൻകാല പ്രവർത്തകരുടെ കൂടി ചോരയും അവരുടെ നീരിൻ്റെയൊക്കെ ഫലമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് പറയുന്നു കേരളത്തിലെ എത്ര സീറ്റ് നമ്മൾ ജയിക്കും എന്നുള്ള, അല്ല നമ്മൾ എന്ന് ഭരണത്തിൽ വരും, ഇത്തവണ വരുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വലിയൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ മുഴുവൻ പ്രവർത്തകരെയും അനുസ്മരിക്കുന്നു, ഓരോ ബഹുമാനത്തോടെ അങ്ങേയറ്റം ആദരവോടെ ബഹുമാനിക്കുന്നു. അതോടൊപ്പം വരും ദിവസങ്ങളിൽ നമ്മുടെ പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതായി. നമുക്കറിയാം, ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ചോരയും നീരുമാണ് ഇന്ന് ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇത്രയും നല്ലൊരു രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾ അതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ആ പ്രസ്ഥാനത്തിന്റെ യുവതലമുറയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒപ്പം തന്നെ ജനങ്ങളോടുള്ള ഒരു വലിയ കമ്മിറ്റ്മെന്റ്. നമുക്കറിയാം, രാഷ്ട്രസ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ തത്വത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനവും നടക്കുന്നത്. അപ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അതും ഒന്ന്, ഇപ്പോൾ BJP വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആശയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ്. BJPക്ക് 2 MP-മാരുള്ള സമയത്തും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയണം, ഒരു രാജ്യത്ത് തന്നെ 2 സംസ്ഥാനങ്ങളും 2 ഭരണഘടനയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത പാർട്ടിയാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്യാമപ്രസാദ് മുഖർജി ഈ ഒരു ആവശ്യവും ഉന്നയിച്ച് സ്വന്തം ജീവൻ ബലി നൽകിയ പ്രസ്ഥാനമാണിത്. അന്നും ഇന്നും എന്നും BJPക്ക് വ്യക്തമായിട്ടുള്ള ആശയമുണ്ട്, നിലപാടുകളുണ്ട്. ആ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് BJP മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ യഥാർത്ഥ വികസനം നടന്നിട്ടുണ്ടോ?
ഇല്ല. നടന്നിട്ടില്ല. കേരളത്തിൽ യഥാർത്ഥ വികസനം നടന്നിട്ടില്ല. കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മുന്നണിയും ഈ കേരളത്തെ എന്നും താഴേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ദേശീയപാതയുടെ വലിയ ചർച്ച നടക്കുക. ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. 50 വർഷം എടുത്തു ആ ബൈപ്പാസ് ഒന്ന് പൂർത്തീകരിക്കാൻ. ആര് വന്നപ്പോൾ? നരേന്ദ്രമോദി വന്നപ്പോൾ. ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ സർക്കാർ എത്ര തവണ ഈ രാജ്യം ഭരിച്ചു, സംസ്ഥാനം ഭരിച്ചു? ഇടതുപക്ഷം എത്ര തവണ ഈ സംസ്ഥാനം ഭരിച്ചു? ഇരുവരും ചേർന്ന് കേന്ദ്രത്തിൽ എത്ര വർഷം ഭരിച്ചു? എന്നിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വികസന മുരടിപ്പ് സത്യത്തിൽ ഈ നമ്മുടെ ഈ കേരളം എന്നുള്ള ഭൂപ്രദേശം എല്ലാ രീതിയിലും, അത് ഭൂപ്രകൃതിയുടെ രീതിയിലായിക്കോട്ടെ, ടൂറിസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ്. പക്ഷേ ആ ഒരു ഫ്ലോയിൽ ആ ഒരു ഗ്രാഫിനെ നേരെ ഉയർത്തിക്കൊണ്ട് പോകാൻ സത്യത്തിൽ കേരളം ഭരിച്ച ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നമ്മൾ രൂപീകൃതമാകുമ്പോൾ നമ്മുടെ സാക്ഷരത 50%. ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം അവിടെ നിൽക്കുന്നു. കുട്ടികൾ പറക്കുകയാണ്. ഒരു കാലത്ത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിൽ നിന്നും ഇന്ന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ്. ഒരു ദിവസത്തിൽ റെക്കോർഡ് എണ്ണം എന്നൊക്കെ പറഞ്ഞവരാണ് കാനഡയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തു, മൊത്തത്തിലുള്ള വികസനത്തെ തകർത്തു. നമ്മൾ ചെറുപ്പക്കാർ പുറത്തോട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ വീടുകൾ പൂട്ടിയിട്ട് ചെറുപ്പക്കാർക്ക് ഓടി പോകേണ്ട നോക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കേരളത്തെ ആര് മാറ്റി? ഈ കോൺഗ്രസും ഈ ഇടതുപക്ഷവും മാറ്റി. അതിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത് കേരളത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ തോതിനോടൊപ്പം ചേർന്ന് നമ്മുടെ കേരളത്തെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് BJP മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. നോക്കൂ, കേരളത്തിന് ഏറ്റവും കൂടുതൽ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും ഒക്കെ വാങ്ങി ഭക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജനതയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുമാനത്തിനൊരു സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള പ്രത്യേകിച്ച് ഞാനൊക്കെ വരുന്ന ഇടുക്കി ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഓരോ ഇടങ്ങളിലും അതിമനോഹരമായിട്ടുള്ള, ഇടുക്കി മാത്രമല്ല കേരളം ഒട്ടാകെ 14 ജില്ലകളിലും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ടൂറിസം രംഗത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ മൂന്നാർ എടുത്ത് നോക്കിക്കോളൂ, വയനാട് എടുത്ത് നോക്കിക്കോളൂ, ആലപ്പുഴ എടുത്ത് നോക്കിക്കോളൂ, ആലപ്പുഴയിലെ ബാക്ക് വാട്ടർ എടുത്ത് നോക്കിക്കോളൂ. എത്രയോ മനോഹരങ്ങളാണ് സ്ഥലങ്ങളാണ്. പക്ഷേ ആ ടൂറിസത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മുഹമ്മദ് റിയാസിനെ കൊണ്ട് പറ്റുന്നില്ല. ആകെ അദ്ദേഹം ചെയ്യുന്ന പണി മുഹമ്മദ് റീലാസായിട്ട് റീലിടലാണ്. അതും പൊളിഞ്ഞു. ആ റീലിടുന്നത് വരെ പൊളിഞ്ഞു. അപ്പോൾ അത് മാത്രമേ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏത് രംഗം, അപ്പോൾ നിങ്ങൾ ആലോചിക്കും, കേരളത്തിലെ ഏത് രംഗം, ആരോഗ്യരംഗത്തിൻ്റെ കാര്യം ഓർത്ത് നോക്ക്. കോളേജ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഭിത്തി ഇടിഞ്ഞ് തലയിൽ വീണ്ടും മരിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. കൊച്ചു കുട്ടികളുടെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ചധികം ആളുകളെ കണ്ടിരുന്നു. വിനോദിനി എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൈ നഷ്ടപ്പെട്ടു. അങ്ങനെ ധാരാളമായിട്ടുള്ള ചെറുപ്പക്കാർ, സനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ബൈക്ക് ഓടിച്ചു പോയ സനൂപിന് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്ന് തപ്പിത്തടഞ്ഞ. സനൂപിൻ്റെ കണ്ണുകളിൽ ഇരുട്ടായിപ്പോയി, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. എന്ത് ചികിത്സ ഈ നാട്ടിൽ നടത്തുന്നത് ഒന്നാലോചിച്ച് നോക്കണം. എന്താണ്? ബൈക്ക് ഓടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് 2 കണ്ണില്ല. എന്താണ് കാരണമെന്ന് പറയുന്നില്ല. വയറ്റിൽ കത്രികയും വെച്ചോട്ട് 5 വർഷമൊക്കെയാണ്. ഹർഷീനയും നമ്മുടെ ഇവിടെ ഉഷ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ആലപ്പുഴയിലെ 5 വർഷം അത്ര വലിയൊരു മെറ്റൽ 10 സെൻറ്റിമീറ്റർ, ഏകദേശം ഇത്രയൊക്കെ നീളം വരും. ആ 10 സെന്റിമീറ്റർ നീളമുള്ളൊരു മെറ്റലും വയറ്റിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ. നമ്പർ 1 കേരളത്തിന്റെ ആ ഇതെന്ന് പറയുന്നത്, ആ ആരോഗ്യരംഗം എന്ന് പറയുന്നത് നമ്പർ 1. ആകെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ആകെ ചെയ്യുന്നത് നമ്മുടെ ഈ ആരോഗ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് മുമ്പിലോട്ട് ഇത്തരം കള്ളങ്ങൾ പറയുന്നതിന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മുടെ മുഴുവൻ മന്ത്രിമാരെ നമ്മൾ എടുത്ത് നോക്കിയോ, ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കിക്കോളൂ, ഇവരൊന്നും വേണ്ട രീതിയിലൊന്നല്ല, ആവറേജ് പെർഫോമൻസ് പോലും ഇല്ലാത്തവരാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ. അതാണ് യാഥാർത്ഥ്യം. വീണ്ടും നമ്മൾ പിണറായി വിജയന് ഒരു ഊഴം നൽകുമോ എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വന്നാലും വന്നില്ലെങ്കിലും വലിയൊരു കാഴ്ചപ്പാടിൽ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. കാരണം പൊതുവെ നമ്മൾ ഒരു വട്ടം ഒരു സർക്കാരിനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിക്ക് അടുത്ത പ്രാവശ്യം ഒരു അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷമാണ് അത് മാറിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പോട് കൂടി അത് മാറിയപ്പോൾ ഇപ്പൊ ആളുകൾക്ക് ബോധ്യം വന്നു, അധികാരം അമിതമായാൽ എന്താകും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് 2ാം ഊഴത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ. അത് ഒരു ആന്റി പിണറായി എഫക്ട് ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ബാധിക്കും? അത് കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീണ്ടും വീഴാൻ ആരെങ്കിലും ആഗ്രഹിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പക്ഷേ കുഴിയിൽ ആരെ എന്നുള്ളതാണ് വിഷയം. ഇത് ആൻറ്റി പിണറായി മാത്രമല്ല, ആൻറ്റി LDF, ആൻറ്റി UDF ഒരു ട്രെൻഡാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ LDF LDFനെ മാറ്റി UDF വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. UDF എന്താ പറയുന്നത്?
തീവ്രവാദ സംഘടന, മത തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്നാണ് ആര് പറയുന്നത്? വി.ഡി. സതീശൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ അമീറും അവരുടെ മുഴുവൻ ആളുകളും പറയുകയാണ് അവർ മതേതരവാദികളല്ല, മതേതരം എന്ന് പറയുന്നത് സമൂഹത്തിലെ രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു വശത്ത് പറയുകയാണ്, മറുവശത്ത് വി.ഡി. സതീശൻ പറയുകയാണ് എന്താണ്, അവർ മതേതരവാദികളാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ആ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ നേതാക്കന്മാർ അവർ വർഗീയവാദികളോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ മറുവശത്ത് അവർക്ക് മതേതര പട്ടം ചാർത്തി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ 100 വോട്ടിന് വേണ്ടിയിട്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ മുസ്ലിം ലീഗ് ഇല്ലാതെ, മുസ്ലിം ലീഗ് കണ്ണുരുട്ടിയാൽ മുട്ടിടിക്കുന്ന കോൺഗ്രസ്സുകാരനെ കേരളത്തിലുള്ളൂ. അതാണ് ഈ വി.ഡി. സതീശൻ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വശത്ത് നിന്ന് മുസ്ലിം ലീഗുകാരെ കുഞ്ഞാലിക്കുട്ടി കണ്ണുരുട്ടിയാൽ ഇവരുടെയൊക്കെ മുട്ടടിക്കും. ഈ മുസ്ലിം ലീഗ് ഇല്ലാതെ ഈ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരം ഒരു ശക്തി ഇല്ലാതാവുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണെന്നേ. എങ്ങനെയാണ് ജമാഅത്തെ പോലുള്ള ഒരു സംഘടന ഒരു കേരളത്തിന്റെ ഒരു പൊതുബോധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അവര് ബംഗ്ലാദേശിലൊക്കെ നമ്മൾ ഇപ്പൊ പഴയ അവരുടെ ചരിത്രം ഐഡിയോളജിയൊക്കെ അവിടെ നിൽക്കട്ടെ, ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടില്ലേ എത്ര ഹിന്ദു സ്ത്രീകളാണ് അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടത്, എത്ര പേരാണ് ചെറുപ്പക്കാരാണ് അഗ്നിക്കിരയാക്കപ്പെട്ടിട്ടുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം നിൽക്കണമെന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന വി.ഡി. സതീശൻ ഒരു എളുപ്പമില്ലാതെ പറയുന്നത്. ഈ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താ? അപ്പൊ നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, ഒരു മിനിമം കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. ഏറ്റവും കുറഞ്ഞ നമ്മൾ പൊതുപ്രവർത്തകരാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നമുക്കൊക്കെ പൊതുസമൂഹത്തോട് ഒരു മിനിമം കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വി.ഡി. സതീശൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പാടില്ല, ഒരിക്കലും പാടില്ല. അതാണ് ഒരു വശത്ത് വി.ഡി. സതീശൻ മറുവശത്ത് വോട്ടിന്റെ രാഷ്ട്രീയമാണല്ലോ ഇവിടെ. ഇപ്പൊ എന്ത് ചെയ്യുന്നതും വോട്ടിന് വേണ്ടി മാത്രമാണ്. കാരണം അവിടെ എവിടെയും നമുക്ക് മാനുഷിക മൂല്യങ്ങളോ അല്ലെങ്കിൽ ദേശസ്നേഹമോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോടോ സംസ്ഥാനത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് UDF കാണാനില്ല എന്നുള്ളതല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി തന്നെ ദേശസ്നേഹത്തിനെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഒരു ആന്റി നാഷണലാണ്. അവർക്ക് ഒരിക്കലും അവരത് പല നിറത്തിൽ പല ചായങ്ങൾ പൂശി പല പല രീതിയിൽ അവതരിപ്പിക്കും എന്നുള്ള മാത്രമാണ്. അവർ അതിർത്തിക്കപ്പുറമുള്ള ബന്ധങ്ങളും മനുഷ്യത്വമാണ് യഥാർത്ഥ മനുഷ്യത്വം, അല്ലാതെ ദേശീയത അല്ല എന്നൊക്കെ പറഞ്ഞ് ദേശീയതയെ അവർ എതിർക്കും. മറുവശത്ത് ചൈന എന്താ കാണിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് ചൈന എന്താ കാണിക്കുന്നത്? ഈ കിങ് ജോങ് ഉന്നിന്റെ ഒരു രാജ്യമുണ്ട് നോർത്ത് കൊറിയ, അവിടെ എന്താ നടക്കുന്നതെന്ന് ആ നാട്ടുകാർക്ക് പോലും അറിയില്ല. ഇതാണ് ഇവർ ഈ പറയുന്ന കമ്മ്യൂണിസം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങളൊന്ന് ആലോചിക്കുക, പ്രായോഗികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ അധികാരത്തിൽ ഏറിയിട്ടുണ്ടോ അവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വ വിരുദ്ധത നടമാടിയിട്ടുള്ളത്. കോടിക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞവർ. ഇന്ത്യയിലോട്ട് നോക്ക്, വെസ്റ്റ് ബംഗാളിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? വെസ്റ്റ് ബംഗാളിൽ മാരിച്ചാപ്പിയിലൊക്കെ അവിടെ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ ചോര ഇട്ട ചോറ് അവിടുത്തെ അമ്മമാരെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെന്താ? ജയകൃഷ്ണ മാഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജയകൃഷ്ണ മാഷ് എത്ര ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടെ. 6 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്, ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് കൊന്നിട്ട് ബോർഡിൽ എഴുതി വയ്ക്കുക, ഇത് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾക്കും ഇത് ആവർത്തിക്കപ്പെടും. 6 വയസ്സുള്ള കുട്ടിക്ക് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ആ കൊച്ചു കുട്ടികളെ പോലും പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, കൊല്ലാൻ മടിയില്ലാത്ത ഒരാശയമാണ് അവർ. അവർക്ക് എന്ത് മനുഷ്യത്വം, എന്ത് ദേശീയത, അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അധികാരത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ് ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഇവിടെ നിന്ന് ആശയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുമ്പോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാകും. നമ്മൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് എന്നൊന്നും പറഞ്ഞാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്കായി പോകും. കാരണം നോക്കിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തവരാണ് ഈ 2 കക്ഷികളാണ്, LDFും UDFുമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള, നാടിൻ്റെ വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള BJP NDA ഇവിടെ വന്നേ പറ്റൂ. അത് കേവലമായിട്ടുള്ള BJPയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ മാത്രം ആവശ്യമൊന്നുമില്ല. അത് ഈ ജനതയുടെ, ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയിച്ചത്. ബംഗ്ലാദേശ്, അവിടെ അവർ പൊളിച്ചു കളഞ്ഞു, അവിടെ അവരുടെ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാക്കി അവിടെ പൊളിച്ചു കളഞ്ഞു. ശ്രീലങ്ക, അവിടുത്തെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ ഒരുപാട് അത് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടുത്തെ പ്രസിഡന്റിൻ്റെയൊക്കെ അവിടെ വസതിയിൽ കയറിയിട്ട് അതും അവിടെ മൊത്തം അടിച്ച് തകർത്ത് കളഞ്ഞു. പാകിസ്ഥാൻ പിന്നെ പണ്ടേ ഇല്ല, മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തെയൊക്കെ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു. അതില്ലാതെ വന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ, BJP എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഈ സർക്കാർ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അല്ലേ? ഇപ്പോൾ ഇറാൻ അവിടെ യുദ്ധം നടക്കുന്നു, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എത്രയോ സുരക്ഷിതരാണ്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്ത് ജമ്മു കാശ്മീരിലൊഴികെ എത്രയടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ, നമ്മുടെ ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ BJP വരേണ്ടത് അത്യന്താപേക്ഷിതം.
അതുകൊണ്ട് അത് വരണം. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് നമ്മളെല്ലാവരും ഈ സമയത്തല്ല എന്നും ഉള്ളത്. ഇപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്, എല്ലാവരും രാഷ്ട്രീയം ഒക്കെ പറഞ്ഞു നടക്കുമ്പോൾ അതേ സമയം ഇപ്പൊ നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം വേടന്റെ കല്യാണം അനൗൺസ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വി ശിവൻകുട്ടി, എ റഹീം, ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ, ഇവരെല്ലാവരും കൂടിയിട്ട് മൊണാലിസ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുകയാണ്. ആ വരൻ മുസ്ലിം ആയതുകൊണ്ടാണോ അവർ ആ കല്യാണം നടത്തിയത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഒരു മൂന്നാം കിട പ്രീണനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അതിന് മാത്രം ആ വിഷയം കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കിട്ടും? എല്ലാവർക്കും കൊടുക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കൊടുക്കില്ല. ഇവിടെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് അവിടെ കുംഭമേളയിൽ പ്രശസ്തിയായിട്ടുള്ളൊരു പെൺകുട്ടി എന്നുള്ള ഒരു ലേബലും, മറുവശത്ത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസൽമാനായിട്ടുള്ള ഒരാളുമായിട്ടാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ID കാർഡ് പ്രകാരം 18 വയസ്സായിട്ട് പോലുമില്ല. 18 വയസ്സ് പോലും ആകാത്തൊരു പെൺകുട്ടിയെ ഇത്ര ആഘോഷപൂർവ്വം ഈ മന്ത്രിമാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും വന്നിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ആവശ്യം എന്തുള്ളത്? അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മതമാണ്, ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും കണ്ണ് എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതൊന്ന് ആലോചിക്കണം. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിവാഹത്തെ എതിർത്തിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് അവർ പറഞ്ഞിരുന്നു. അവരോടൊന്ന് സംസാരിക്കാനുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? ഓക്കെ, സ്വാഭാവികമായിട്ടും വിവാഹത്തിന് മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടാവും. അത് ജാതി മതത്തിനൊക്കെ അപ്പുറത്തേക്കായിട്ട് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ മിനിമം ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്താ ചെയ്യേണ്ടത്? ആ മാതാപിതാക്കളോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ കേരളത്തിൽ വരുന്നു, ഞങ്ങൾ ഈ പെൺകുട്ടിക്ക് അഭയം നൽകുന്നു, ഇവർ ഇഷ്ടത്തിലാണ് വിവാഹം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള സാമാന്യ മര്യാദ ഇത്രയും പ്രായമുള്ള ശിവൻകുട്ടിക്കില്ലേ? അത്ര മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പേരിട്ട് നടക്കുന്ന ആളല്ലേ? ആ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ആ മര്യാദ കാണിക്കണം. എന്നിട്ട് കല്യാണം നടത്തില്ല. ഇതിനാണ് ആരാണ് എതിർപ്പ്? എന്നിട്ട് ആ കുട്ടിയുടെ ID കാർഡ് നോക്കി ആ കുട്ടിക്ക് 18 വയസ്സായോ, ഇല്ലെങ്കിൽ ആ 18 വയസ്സാകുന്നിടം വരെ ഒന്ന് കാത്തു നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യണ്ടേ? അതിനപ്പുറത്തേക്ക് ഈ അസ്വസ്ഥതകൾ, സമൂഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, അതിലൂടെ ഒരു സുഖം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നതെല്ലാം. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണി ഇത്തരത്തിലുള്ള കല്യാണം നടത്തലാണ്. അങ്ങനെയെങ്കിലും ഇവരെല്ലാം കല്യാണം നടത്തട്ടെ. അതിന് തയ്യാറല്ല. അതൊന്നുമില്ല. അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ എത്രയോ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒളിച്ചോടി വരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവര് വീട് പോലും ഇല്ലാതെ കൈക്കുഞ്ഞുങ്ങളുമായി റോഡിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവരാരെയും സംരക്ഷിക്കാനോ അഭയം നൽകാനോ ഈ ഭരിക്കുന്ന പാർട്ടി മുന്നിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അഭയമോ എന്താ പറയുന്നത്? കേരളത്തിലെ ലൈഫ് വീടുകളുടെ സ്ഥിതി എന്താ? എത്ര വീടുകളാണ് നമ്മളൊക്കെ കാണുന്നില്ല? എത്രയോ വീടുകളാണ് പൊട്ടിപ്പൊളിഞ്ഞ് പൂർത്തിയാകാതെ കിടക്കുന്നത്. ഈ ലൈഫ് വീടിൻ്റെ പ്രശ്നം എന്നറിയോ? ഇവർ വീട് പണിതോളാൻ വേണ്ടിയിട്ട് പറയും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പറയും നിങ്ങൾ എവിടെന്നെങ്കിലും ആകെ ഒരു തരി പൊന്നൊക്കെ ആയിരിക്കും, അത് പണയം വെച്ച് വീട് പണി തുടങ്ങിക്കോന്ന് പറയും. വീട് പണി തുടങ്ങും, സർക്കാർ പൈസ കൊടുക്കില്ല. അത്തരം പാവപ്പെട്ടവരുള്ള സംസ്ഥാനത്താണ് ഇവർ കല്യാണം നടത്താൻ പോകുന്നത്. മറുവശത്ത് ചെറുപ്പക്കാർ, ഒരു ജോലിയില്ല, പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് എങ്ങനെയും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. ആ ചെറുപ്പക്കാരെ നോക്കാൻ അവർക്ക് സമയമില്ല. അപ്പോൾ ഇത്തരത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ചെയ്യാനുള്ള ഒന്നും ഇവർ ചെയ്യുന്നില്ല. ചെറുപ്പക്കാരുടെ ജോലി നോക്കുന്നില്ല, പാവപ്പെട്ടവരുടെ വീട് നോക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ടൂറിസം പദ്ധതികൾ നോക്കുന്നില്ല, റോഡുകൾ നല്ല രീതിയിൽ പണിയുന്നില്ല, നമ്മുടെ വികസന പ്രവർത്തനത്തിനൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യുന്നില്ല. ആകെ പണി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ വിവാദ വിഷയങ്ങളിൽ കൊണ്ട് തലവെക്കുക, അതിൽ സമൂഹത്തിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ വോട്ട് പിടിക്കുക എന്നുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് നമുക്കത് അവരെ അന്നും ഇന്നും നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മീശ നോവൽ നല്ലതാന്ന് പറഞ്ഞിട്ട് ഹരീഷിന് അവാർഡ് കൊടുക്കുക, മറുവശത്ത് ഏതോ ഒരാൾ എഴുതിയൊരു നോവലിൻ്റെ ഒരു ഭാഗം ജോസഫ് മാഷ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വെട്ടിയപ്പോൾ ആ ജോസഫ് മാഷെ മടയനെന്ന് വിളിക്കുക. ഇരട്ടത്താപ്പ് ആലോചിച്ച് നോക്കണം. അതായത് അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമില്ല. ജോസഫ് മാഷയ്ക്ക് ഇല്ല ഒരാവിഷ്കാര സ്വാതന്ത്ര്യം. മടയനെന്ന് വിളിച്ച MA ബേബി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്തേക്ക് തൂമ്പയുടെ ജോലിയാണ്. എല്ലാം ഒരു വശത്തേക്കാണ് ഇവർ ചെയ്തു കൊടുക്കത്തുള്ളൂ. അതിൽ തക്കതായിട്ടുള്ള മറുപടി ജനം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ലൈഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു നമ്മുടെ സർക്കാർ. പക്ഷേ ഞാൻ വ്യക്തിപരമായി അട്ടപ്പാടിയിലേക്ക് പോയ സമയത്ത് അല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോയ സമയത്ത് അവിടെയൊക്കെ കണ്ട വീടുകളിലെല്ലാം ഇപ്പോഴും കറണ്ട് എത്താത്ത വീടുകളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി പെൺകുട്ടികൾക്ക് പോലും കുളിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വീടുകളുണ്ട്. എന്നിട്ട് വലിയ ആഘോഷം നടത്തിയ ആ പരിപാടിക്ക് എത്ര കോടി രൂപ ചിലവഴിച്ചു എന്നുള്ളതാണ്. അതിന്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ ഈ വീട്ടില് ഈ കുട്ടികൾക്കുള്ള ഒരു സഹായം എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇതിനൊന്നും ഇന്നത്തെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതല്ലേ. ഈ 2026 ആണ്ടിൽ നമ്മുടെ കേരളത്തിൽ മരത്തിൻ്റെ മേലെ ടാർപോലിൻ പോളിൻ വലിച്ചു കെട്ടിയിട്ട് വീടുകളാണെന്ന് പറഞ്ഞ് താമസിക്കുന്ന ആളുകളുണ്ട്.
ഞാൻ കാണിച്ചു കൊടുക്കാം ഇവരെ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയെ, മന്ത്രിമാരെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം കേരളത്തിൽ ഇന്ന് ഈ 2026 മാർച്ച് മാസത്തിലും മരത്തിന് മുകളിൽ വീടുകളെന്ന് പറഞ്ഞിട്ടുള്ള ഏറുമാടങ്ങൾ കെട്ടി ടാർപോളിൽ വലിച്ചു കെട്ടി താമസിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവർ പാവപ്പെട്ടവരല്ലേ? അവരോട്, ആ പാവങ്ങളോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ സർക്കാർ പറയുകയാണ് നിങ്ങൾ പണക്കാരാണ്. ഒന്നാലോചിച്ച് നോക്കും, എത്ര വീടുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്ന്, ടാർപോളിൽ വലിച്ചു കെട്ടിയേക്കാണ്. പെൺകുട്ടികൾ, പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്കൊന്നും തുണി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലുമുള്ള മുറികളില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല. ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പറയാണ് കേരളം അതിദാരിദ്ര്യ മുക്തമായി. അതിൻ്റെ എന്താ വെച്ചാൽ ഇതൊക്കെ തന്ത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വെറും ഒരു രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് നാണം കെട്ടിട്ടുള്ള തന്ത്രങ്ങളാണ്. അതിദാരിദ്ര്യ മുക്തം എന്നിട്ട് അതിദാരിദ്ര്യർ എന്നുള്ളവരെ ഡിഫൈൻ ചെയ്യും. ഇവർ കൊടുക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തെ ഡിഫൈൻ ചെയ്തിട്ട് ബാക്കിയുള്ളവർ രണ്ട് ഒഴിവാകും. എന്നിട്ട് വലിയ കൊട്ടി കോഴിച്ചും കൊണ്ട് പരസ്യം നടത്തും. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു സർക്കാർ എന്ന് പറയുന്നത്, സർക്കാരിന് ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. അത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഇത്രയധികം സോഷ്യൽ മീഡിയ ഉള്ള, വിദ്യാഭ്യാസം ഉള്ള, പണ്ട് തൊട്ടേ ഉള്ള ഒരു ജനതയുടെ മുമ്പിൽ ഇത്തരം കള്ളങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും പൊതുജനങ്ങളോടോ ഭരിക്കുന്നതിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് തന്നെയാണ്. മറുവശത്ത് കോൺഗ്രസ് ഇത് തന്നെയാണ്. UDF ചെയ്യുന്ന പണി ഇത് തന്നെയാണ്. അവരും രണ്ടുപേരും മാറി മാറിയാണല്ലോ കേരളം ഭരിച്ചത്. LDF UDF മാറി മാറി ഭരിച്ച കേരളത്തിലാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ള ഏറുമാടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് കൂട്ടരും മാറണം. രണ്ട് കൂട്ടരും, LDF മാറണം, UDF മാറണം, വികസനം വരണം. ആ വികസനം വരണമെങ്കിൽ NDA BJP വരണം.